ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ എൻ്റെ കാര്യങ്ങൾ സ്വയം നോക്കുന്നതെന്നും ഒരു മടി കൂടാതെ എല്ലാ കാര്യങ്ങളും തനിയെ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളൊരു ചെറിയൊരു കാര്യമാണ് കേട്ടോ. നമ്മളെല്ലാവരും എന്താണ് ചെയ്യുക, മറ്റൊരാൾ എനിക്കത് ചെയ്തു തരുന്നില്ലല്ലോ, അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലല്ലോ എന്നുള്ള ഒരു ചിന്തയിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. കാരണം മറ്റുള്ളവരെ നമ്മളെ സന്തോഷപ്പെടുത്തണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്നവരായിരിക്കാം നമ്മളിൽ പലരും. പക്ഷെ ഒരിക്കലും നിങ്ങളങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ. നമ്മൾ ജനിച്ച് വീഴുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് ജനിച്ച് വീഴുന്നത്. ആ ഒരു ടൈം മുതൽ നമ്മൾ മരിക്കുന്നിടം വരെ നമ്മൾ ഒറ്റയ്ക്കാണ്. മരിക്കുന്ന ടൈമിൽ നമ്മൾ ഒറ്റയ്ക്കാണ്. മരിച്ച് നമ്മളെ ഖബറടക്കിയിട്ട് എല്ലാവരും തിരിച്ച് പോകുമ്പോഴും നമ്മൾ ഒറ്റയ്ക്കാണ് അവിടെ. സോ നമ്മൾ ജനിച്ച് മുതൽ മരിക്കുന്നിടം വരെ കുറച്ച് കടമകളാണ് നമുക്ക് ഇവിടെ നിറവേറ്റാനുള്ളത്. അത് നമ്മളെ ഒരു പരീക്ഷണം, അത് റബ്ബിൻ്റെ ഒരു നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, ആരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു, ഏതൊക്കെ രീതിയിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ. ഞാൻ ചിന്തിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, നമുക്കൊരു ലൈഫേ ഉള്ളൂ. അത് മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ഓരോ ടൈമും സ്പെൻഡ് ചെയ്യുക, വെറുതെ വേസ്റ്റാക്കി കളയാതെ മാക്സിമം 1 മിനിറ്റ് അത് വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ തോട്ടിലെ ചിന്ത. നമ്മൾ ഒരു പെണ്ണാണെന്ന് കരുതി ഒരു ഡേ ഫുൾ കിച്ചണിൽ കിടക്കണമെന്നോ, അല്ലെങ്കിൽ ഫുൾ ഡേ നമ്മൾ വീട്ടിൽ പണിയെടുത്ത് നടക്കണമെന്നോ എന്ന് ഒരിക്കലും എങ്ങും പറഞ്ഞിട്ടില്ല. പക്ഷേ അതേസമയം നമ്മൾ കിച്ചണിൽ ജോലി ചെയ്യുമ്പം എല്ലാവരും പറയും, എനിക്ക് എന്താണ് ഇത്രയും ജോലി, എനിക്ക് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, എനിക്കത് ചെയ്തു തരാൻ ആരുമില്ല എന്ന് ചിന്തിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നിങ്ങൾ ആ ഒരു ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ള കൂലിയാണ്. അപ്പോൾ അത് കിട്ടുന്നത് ഭയങ്കര, അപ്പം നിങ്ങൾ പോലും വിചാരിക്കാത്ത കൂലിയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. നിങ്ങൾ ചെയ്യുന്ന ഒരു നന്മയ്ക്ക് നിങ്ങളുടെ മാതാപിതാക്കൾക്കായിരിക്കാം അത് കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനായിരിക്കാം. നമ്മൾ ആർക്ക് എന്താണോ ഹെൽപ്പ് ചെയ്യുന്നത് അത് നമുക്ക് ഒരുപക്ഷെ നമുക്കത് വരാം, അല്ലെങ്കിൽ നമ്മളായിട്ട് ചുറ്റപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് സ്നേഹമുള്ളവർക്കായിരിക്കാം ആ ഒരു ഗുണം ചെല്ലുന്നത്. അത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. സോ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, മറ്റൊരാളെ നോക്കി നിൽക്കാതെ മാക്സിമം നേരത്തെ നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് തീർക്കുക. പിന്നെ ഏത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട ഇത്ര മാത്രം, അത് ജോലിയാണല്ലോ എന്ന് കരുതി ചെയ്തു കഴിഞ്ഞാൽ ഏത് കാര്യവും ജോലി തന്നെയായിരിക്കും. അത് തീരത്തില്ല, അത് സ്പീഡ് വരത്തില്ല. മാനസികമായിട്ട് നമ്മൾ അതിന് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷേ അതേസമയം നമ്മൾ ഇത്രയും ചിന്തിച്ചാൽ മതി, നമ്മൾ നമ്മുടെ സ്വന്തം മക്കളോട് ദേഷ്യപ്പെടും അല്ലേ, പക്ഷേ വീട്ടിലോട്ട് വരുന്ന ഒരു കുട്ടി എന്ത് കുരുത്തക്കേട് കാണിച്ചാലും നമ്മൾ മാക്സിമം ക്ഷമിക്കും. നമുക്ക് ദേഷ്യമുണ്ടെങ്കിലും നമ്മളവിടെ ക്ഷമിച്ച് അതിനോട് ചിരിച്ച് കളിച്ച് നിൽക്കും. അതേപോലെ തന്നെയാണ് നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് ദേഷ്യത്തോടെ ചെയ്യാതെ നിന്ന് കഴിഞ്ഞാൽ അത് തീരത്തില്ല, അത് പെർഫെക്റ്റ് ആവത്തില്ല, അതിന് നമുക്കൊരു കൂലി കിട്ടത്തില്ല. അതേസമയം നമ്മൾ എന്ത് ചെയ്യണം, സന്തോഷത്തോടെ അത് ആസ്വദിച്ച് ഇത്ര ടൈം കൊണ്ട് ഞാൻ ഇത്ര കാര്യങ്ങൾ ചെയ്ത് തീർക്കും എന്ന് മനസ്സിലൊരു ഐഡിയ വെച്ചുകൊണ്ട്, ഒരു പ്ലാൻ വെച്ചുകൊണ്ട് നമ്മളത് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തീരുകയും ചെയ്യും. നമുക്ക് മാക്സിമം റെസ്റ്റ് ചെയ്യുകയും ചെയ്യാം. പിന്നെ രാവിലെ എഴുന്നേൽക്കാത്തവരാണെങ്കിൽ നിങ്ങൾ മാക്സിമം രാവിലെ എഴുന്നേറ്റ് നോക്കിക്കേ, നമ്മുടെ ജോലി നേരത്തെ കഴിയും, നമ്മൾ എനർജറ്റിക് ആയിരിക്കും, നമുക്ക് ഒരുപാട് ടൈം കാണും, നമുക്ക് മാക്സിമം കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ ഒത്തിരി സമയം കിട്ടും. കാരണം സമയം എന്ന് പറയുന്ന കാര്യം നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സമയത്തെ നമ്മൾ എന്ത് ചെയ്യുക, തോൽപ്പിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആ വരുന്ന സമയത്തെ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ഉപയോഗപ്പെടുത്താൻ നോക്കുക. അപ്പം ഞാൻ അതുപോലെയാണ് എൻ്റെ ജോലികൾ എന്ത് ചെയ്യുന്ന, മാക്സിമം ഞാൻ നേരത്തെ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്ത് തീർക്കുമ്പോൾ അത് ഫിനിഷ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ കിച്ചണിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ അത് അത്രയും ക്ലീൻ ചെയ്തിട്ടേ ഞാൻ ഇറങ്ങത്തുള്ളൂ. പിന്നീടത്തേക്ക് ഞാൻ ഒരു കാര്യം വെക്കത്തില്ല. കാരണം അത് പിന്നീട് മൈൻഡിൽ കിടക്കും, അത് ഇനി ചെയ്യാനുണ്ടല്ലോ, ഇത് കഴിഞ്ഞിട്ട് വേണമല്ലോ അത് ചെയ്യാൻ എന്നുള്ളൊരു ചിന്ത നമ്മുടെ മൈൻഡിൽ കിടക്കും. സോ ഞാനത് അങ്ങനൊരു അവസരം ഞാൻ കൊടുക്കാറില്ല. മാക്സിമം നമ്മളത് ചെയ്ത് തീർക്കും. അതുപോലെ ഞാൻ ഏത് കാര്യവും ആസ്വദിച്ചേ ചെയ്യാറുള്ളൂ. ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ ഇന്നത് ചെയ്യണമല്ലോ എന്നുള്ള രീതിയിൽ ചെയ്യാൻ നിൽക്കില്ല. പിന്നെ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ, ചെയ്യാൻ പറ്റത്തില്ല, ആ ഒരു നിമിഷം നമുക്ക് പറ്റത്തില്ല എന്ന് തന്നെ പറഞ്ഞ് പഠിക്കണം. അതാണ് ആദ്യം വേണ്ടത്. എന്നിൽ എനിക്കൊരുപാട് മാറ്റം വരുത്തിയ ഒരു കാര്യമാണ്
എനിക്ക് ചെയ്യാൻ ആ ടൈമിൽ പറ്റത്തില്ല, ഞാൻ പറയും ഇക്ക എനിക്കിപ്പോൾ അത് പറ്റത്തില്ല, ഞാൻ അത് പിന്നീട് ചെയ്തു തരാം, മതിയോ എന്ന് ചോദിക്കും. അപ്പോൾ അവർക്കും അതറിയാം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം അത് ചെയ്യാൻ പറ്റാത്തത് എന്ന് അവർ മനസ്സിലാക്കും. കാരണം നമ്മൾ അതുപോലെ നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത്. മാക്സിമം നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ ഒരുപാട് ടൈം കിട്ടും കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മടുപ്പ് വന്നിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ അയ്യോ ഇനി എനിക്ക് ജോലി കിട്ടത്തില്ലല്ലോ എന്ന് കരുതി എന്നിട്ട് കാര്യമില്ല. നമ്മൾ മാക്സിമം വർക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ഞാൻ കൂടുതൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, അതാണ് ഞാൻ കാണിച്ചത്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക് ചെയ്യുക. രാത്രിയായപ്പോൾ ഞാനിരുന്ന് മാത്സ് ചെയ്ത് പഠിക്കുകയാണ് കേട്ടോ. കാരണം രാത്രി എനിക്കിപ്പോൾ നേരത്തെ ഉറക്കം വരും, അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഉറങ്ങി ഇങ്ങനെ വീഴും. അതാണ് ഇപ്പോഴത്തെ പതിവ്. ചിലപ്പോൾ ഞാൻ പോലും അറിയത്തില്ല ബുക്കിനകത്ത് കിടന്ന് ഇങ്ങനെ കിടന്ന് ഉറങ്ങി പെട്ടെന്നായിരിക്കും ഒന്ന് ഞെട്ടി ഉണരുമ്പോഴായിരിക്കും ഞാൻ ഉറങ്ങിപ്പോയല്ലോ. അല്ലെങ്കിൽ ആ ടൈമിൽ നമ്മൾ ഉറങ്ങുന്ന ടൈമിൽ നമുക്ക് മനസ്സിലാവത്തില്ല നമ്മൾ എന്താണ് കേൾക്കുന്നത് അല്ലെങ്കിൽ എന്താണ് പഠിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവത്തില്ല. സോ എന്ത് ചെയ്യണം, നമ്മൾ ഉറക്കം വരുമ്പോൾ അത് എപ്പോഴാണെങ്കിലും ശരി കട്ടിലിൽ പോയി കിടന്ന് ഉറങ്ങാൻ നിൽക്കരുത്. നമുക്ക് എവിടെയാണോ ഉറക്കം വരുന്നത് ആ ടൈമിൽ അവിടെ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഉറങ്ങുക. കാരണം അതാണ് നമ്മുടെ ബ്രെയിന് ഒരു ആശ്വാസം കിട്ടുന്ന സാധനം. നമ്മൾ ഇവിടുന്ന് എഴുന്നേറ്റ് കട്ടിലിലോട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നേരം ആ ഉറക്കം അങ്ങ് പോവും. അപ്പോഴായിരിക്കും പെട്ടെന്ന് ഞാൻ ഞെട്ടി ഉണർന്നത് കേട്ടോ, ഉറങ്ങുവാണല്ലോ എന്നുള്ളത്. പിന്നെയും നൂത്തി വെച്ച് കുറച്ച് നേരം നോക്കും, വീണ്ടും കുറച്ച് നേരമൊക്കെ പോവും. പിന്നെ പോകത്തില്ല എങ്കിൽ ഞാൻ തന്നെ എന്താവും, പിന്നെയും പോയി കിടന്നങ്ങ് ഉറങ്ങും കേട്ടോ. ഇതാണ് എൻ്റെ ഒരു ദിവസത്തെ പതിവുകൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇതിൽ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലൂടെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കില്ല. അതുപോലെ തന്നെ കാണുന്നവർ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലൂടെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.